കർത്താവേ, ഞങ്ങളെ സുരക്ഷിതമായിട്ട് കൊണ്ടെത്തിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവ്. കേരള ടു നേപ്പാൾ എന്ന ശാലോം മിനിസ്ട്രീസിന്റെ മഹാദൗത്യ യാത്ര ആരംഭിച്ചത് ഗോഡ്സ് ഹൗസിൽ 3000-ഓളം വ്യക്തികളുടെ പ്രാർത്ഥനയോടെയായിരുന്നു. കൂടെ യാത്ര ചെയ്യുന്ന സകല പേരെ അങ്ങ് ആശീർവദിക്കണമേ. ആർക്കും രോഗങ്ങളോ ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ ഭാരങ്ങളോ ഒന്നുമില്ലാതെ ദൈവം സൂക്ഷിക്കണം. അവിടുത്തെ തണുപ്പിനെല്ലാം അതിജീവിക്കാനുള്ള ദൈവശക്തി എല്ലാവർക്കും ദൈവം കൊടുത്തങ്ങ് ആശീർവദിക്കണം, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവേ ദൗത്യപൂർണ്ണതയോടുകൂടി കടന്നു വരപ്പെടുമ്പോൾ സഭയ്ക്ക് അതൊരു അനുഗ്രഹമാകുവാൻ, ഞങ്ങളുടെ വിശ്വാസികൾക്ക് അതൊരു അനുഗ്രഹമാകുവാൻ, ദൈവമേ അതൊരു വിടുതലിനത് കാരണമായി തീരുവാൻ ദൈവം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്ന കർത്താവേ, കരങ്ങളെ ചോർത്തടിച്ച് സന്തോഷത്തോടെ ജയാളിയായിട്ട് തീർക്കുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കുക. വിജയത്തെ തന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ഞായർ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞതിനു ശേഷം ദേവദാസനും കൂട്ടുസഹോദരങ്ങളും യാത്ര തിരിക്കുകയാണ്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയുടെ അനുഗ്രഹത്തിനായി ഈ സഞ്ചരിക്കുന്ന ആലയത്തെ ദേവദാസൻ മുദ്രവച്ച് പ്രാർത്ഥിച്ചു. നേപ്പാളിലേക്ക് പോകുവാൻ സ്വർഗ്ഗമൊരുക്കിയ അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് ഞങ്ങളെ കൂട്ടുസഹോദരങ്ങളെല്ലാവരെയും ദൈവത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികം വൈകാതെ തന്നെ സഞ്ചരിക്കുന്ന ആലയത്തിലെ ആരാധനകൾ ആരംഭിച്ചിരുന്നു. പലരും പുറകിലേക്ക് നമ്മളെ വലിക്കുവാൻ വേണ്ടിയിട്ട് നോക്കി. ഒരു പിശാചിനോടുള്ള ഒരു വെല്ലുവിളിയുടെ യാത്രയാണ്. നമ്മൾ ജയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആദ്യമേ അബ്രഹാമിനെ അനുഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം ഇറങ്ങാൻ പറഞ്ഞു, യാത്ര പുറപ്പെട് എന്ന് പറഞ്ഞു. 2-ാം ദിവസം നേരം പുലർന്നപ്പോൾ തന്നെ ഞങ്ങളുടെ വാഹനം മധുരൈ പട്ടണം കടന്നിരുന്നു. പ്രഭാത ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഞങ്ങളുടെ കൂട്ടുസഹോദരങ്ങൾ. പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം വാക്കിംഗ് പ്രയർ എന്ന ശുശ്രൂഷയിലേക്ക് ദേവദാസനും കൂട്ടുസഹോദരങ്ങളും കടന്നിരുന്നു. ഞങ്ങൾ സഞ്ചരിക്കുന്ന ദേശത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി നടന്നു പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വാക്കിംഗ് പ്രയർ. വാക്കിംഗ് പ്രയർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ കൂട്ടുവാനായി വാഹനം എത്തിച്ചേർന്നു. ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ചതിനു ശേഷം തുടർന്നുള്ള യാത്രയ്ക്കായി വാഹനത്തിലേക്ക് കയറി. സഞ്ചരിക്കുന്ന ആലയത്തിലെ ശുശ്രൂഷകൾ ഉടനെ തന്നെ ആരംഭിച്ചു. അങ്ങനെ സന്തോഷകരമായി യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം വൈകുന്നേരത്തെ വിശ്രമ നേരം. രാവിലെ വാക്കിംഗ് പ്രയറോടുകൂടെ ആരംഭിച്ച 2-ാം ദിവസം രാത്രി ദേവദാസന്റെ ശുശ്രൂഷകളോടുകൂടെ അവസാനിച്ചു. നേരത്തെ കൂട്ടി തന്നെ സ്വരൂപിച്ചു വയ്ക്കും. അങ്ങനെ നേരം പുലർന്നപ്പോൾ ഞങ്ങളുടെ വാഹനം ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിലേക്ക് എത്തിയിരുന്നു. വഴികളെ നിരപ്പാക്കുവാൻ എന്റെ കർത്താവ് ഞങ്ങളുടെ മധ്യേ ഉണ്ടെന്ന വിശ്വാസത്തോടെ
ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഒരു ഇടം തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞങ്ങൾ. ആ അന്വേഷണത്തിനൊടുവിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു സ്ഥലം ഒരുക്കി നൽകി. പണിതീരാത്ത ആ ഭവനത്തിൻ്റെ 1-ാം നിലയിൽ ശക്തിയേറെ ശുശ്രൂഷകൾ ദൈവം നമുക്കായി വെളിപ്പെടുത്തി. സഞ്ചരിക്കുന്ന ആലയത്തിലെ തുടർന്നുള്ള യാത്രകൾക്ക് മുൻപായി ദേവദാസൻ വാഹനത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പ്രഭാതമായപ്പോൾ തന്നെ മിഷൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടിക്കൽ സെക്ഷനുകൾ ആരംഭിച്ചു. മന്നാ ജയ ജയ മന്നാ ജയ ജയ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനെ മഹേശ മഹാരാജാനെ കിടന്നതാവന്നെ അപ്പൻകരം നീട്ടി പിടിച്ചു വിരൽ നീളം ആയതിൻ പ്രതാപം ശത്രുവിനെ മുക്തം വെള്ളമത്തിൽ എന്റെ സ്തുതി എന്റെ ജീവനുള്ള നാളെല്ലാം സ്തുതി ചെയ്തേ സ്തുതി ചെയ്തേ സ്തുതി ചെയ്തേ. അങ്ങനെ 4 ദിവസത്തെ ദീർഘമായ യാത്രകൾക്ക് ശേഷം ഞങ്ങളുടെ വാഹനം ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശത്തിൽ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വിശ്രമ ഇടത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരുന്നു. ഞങ്ങൾക്കായി ഒരുക്കിയ വിശ്രമ കേന്ദ്രത്തിലെ കുട്ടികളും ഞങ്ങളെ സന്തോഷകരമായി സ്വീകരിച്ചു. അവർ അവരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ചും അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ചും ഞങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. കിച്ചൺ ഭാഗത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ വളരെ സ്വാദിഷ്ടമായ കേരള സ്റ്റൈൽ ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. സഹോദരങ്ങൾ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ഭക്ഷണം ഞങ്ങൾക്ക് ചൂടോടുകൂടി തന്നെ അവർ വിളമ്പി തന്നു. തണുത്ത അന്തരീക്ഷത്തിൽ ഈ ചൂടോടുകൂടെയുള്ള ഭക്ഷണം ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. അങ്ങനെ ആശ്വാസകരമായ ഒരു വിശ്രമവേള കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നേപ്പാൾ ബോർഡറിലേക്ക് വീണ്ടും യാത്ര തുടർന്നു.
5 ദിവസത്തെ ദൗത്യകരമായ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ നേപ്പാൾ ബോർഡറിൽ എത്തിച്ചേർന്നു. നേപ്പാൾ രാജ്യത്തിലേക്ക് കടക്കുവാനായി ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിനായി ക്ഷമയോടെ കാത്തിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിർത്തി സൈന്യങ്ങളുടെ സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ഞങ്ങളും ഞങ്ങളുടെ വാഹനവും നേപ്പാളിൻ്റെ മണ്ണിലേക്ക് കടന്നു. കുറച്ച് കിലോമീറ്ററുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ വാഹനം നേപ്പാളിൻ്റെ ഹൈ റേഞ്ച് കയറുവാൻ തുടങ്ങിയിരുന്നു. വാഹനം മുന്നോട്ട് പോകുന്തോറും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഭയാനകമായിരുന്നു നേപ്പാളിൻ്റെ ഹൈ റേഞ്ചുകൾ. വൈകിട്ട് ഒരു കപ്പ് ചായയുടെ ചൂടുകൊണ്ട് അതിശൈത്യത്തെ മറികടക്കുവാനായി ഇറങ്ങിയ ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ അതിശൈത്യത്തിൽ ഒരു ചൂട് കപ്പ് ചായ ഞങ്ങൾക്കൊരാശ്വാസം തന്നെ ആയിരുന്നു. അല്പസമയത്തിൻ്റെ വിശ്രമത്തിന് ശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. രാത്രിയായപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഞങ്ങളുടെ വാഹനത്തിൽ മുന്നോട്ടുള്ള യാത്ര എളുപ്പമല്ലായിരുന്നു. തുടർന്നുള്ള ആ കഠിനമായ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു ലോക്കൽ ബസ്സിൻ്റെ സഹായം തേടി. ഞങ്ങൾ ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ അന്തരീക്ഷത്തിൻ്റെ താപനില 5 ഡിഗ്രിയിലേക്ക് താന്നിരുന്നു. തുടർന്നുള്ള 3 മണിക്കൂർ യാത്ര ഈ വാഹനത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരുന്നും നിന്നും കിടന്നും യാത്രകൾ തുടർന്നു. കേരളത്തിൽ നിന്ന് കടന്നു വന്ന ഞങ്ങൾക്ക് നേപ്പാളി ബസ് യാത്ര ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. ഞങ്ങളെ സുരക്ഷിതമായിട്ട് കൊണ്ടെത്തിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, ഈ വാഹനത്തിലേക്ക് സംരക്ഷിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെ ദൗത്യപൂർണമായ യാത്രകൾക്ക് ശേഷം പുലർച്ചെയായപ്പോൾ തന്നെ മനോഹരമായ ഭോജ്പൂർ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ എത്തിയിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 5300ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭോജ്പൂർ എന്ന മനോഹരമായ ഗ്രാമത്തിലെ നിവാസികളും ഞങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ഭോജ്പൂർ ഗ്രാമത്തിലെ ശുശ്രൂഷ നടക്കേണ്ട ഇടത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള വിശ്വാസികൾ ഞങ്ങൾക്ക് വേണ്ടി അവരുടെ തനതായ രീതിയിൽ ഭക്ഷണം ഒരുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. 25ാം മിഷൻ ജേണിയുമായി നേപ്പാളിന്റെ മണ്ണിലേക്ക് ഷാലോം മിനിസ്ട്രീസിന്റെ 55ഓളം വ്യക്തികൾ കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലേ, സ്വദേശത്തുള്ള വ്യക്തികൾ ഭക്ഷണങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ നമുക്ക് പേര് പോലും അറിയാത്ത ഡിഷുകളാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാകും ഇവർ വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ, കൊച്ചു പിള്ളേരുമുണ്ട്, വലിയ പിള്ളേരുണ്ട്, പ്രായമായവരുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഇവിടെ ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. അപ്രകാരം ഇവർക്ക് ഇന്ന് സ്കൂളുകൾ അവധിയാണ്. കുട്ടികളും ഇന്ന് നമുക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവെക്കുവാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ഹായ് ഹായ്. തുടർന്ന് ഞങ്ങൾ ശുശ്രൂഷ നടക്കുന്ന ചർച്ചിലേക്ക് കടന്നുപോയി. അവിടെയുള്ള വിശ്വാസികളും ഞങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു.
church name is Salom AZ Church, and welcome to our church. തുടർന്ന് അവർ നേപ്പാളി ഭാഷയിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങി. ആ ചർച്ചിലെ പാസ്റ്റർ നമ്മുടെ ദേവദാസനെയും കൂട്ടു സഹോദരങ്ങളെയും ആദരിച്ചു. തുടർന്ന് ഷാലോം മിനിസ്ട്രീസിന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുകയും ബ്രദർ എബി ഷാലോമിലൂടെ ശക്തിയേറിയ ദൈവവചന പ്രഘോഷണം നടക്കുകയും ദേവദാസനിലൂടെ ശക്തിയേറിയ ദൈവപ്രവൃത്തികളും അവിടെ വെളിപ്പെട്ടു. This is the time of healing now. Jesus is here to transform your life. Therefore, more power. You power in the name of Jesus. Only one of us receive fire. Receive the Lord. Receive the Lord. Come on. Come on. Fire. In the name of Jesus. Receive the power. You're happy from outside, but still. ശുശ്രൂഷകളുടെ അവസാനം സഭയിലെ ദേവദാസൻ നേപ്പാളിലെ ഗൂർഖകളുടെ പരമ്പരാഗത കത്തിയായ കുക്രി ബ്രദർ എബി ഷാലോമിന് ഉപഹാരമായി നൽകി. അങ്ങനെ നേപ്പാളിലെ ചർച്ചിലെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ചു. ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്ത ശുശ്രൂഷ സ്ഥലം ലക്ഷ്യമിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് കയറുന്നതിനായി ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ ചെക്കിങ്ങിന് വിധേയമായി നിൽക്കുകയാണ് ദേവദാസനും കൂട്ടു സഹോദരങ്ങളും. ചെക്കിംഗ് കഴിഞ്ഞ് ഞങ്ങളുടെ വാഹനം വെസ്റ്റ് ബംഗാളിൽ ഒരു ചർച്ചിലേക്ക് പോയി. അന്ന് ഞായറാഴ്ചയായിരുന്നു. അതിമനോഹരമായ ഗ്രാമപ്രദേശങ്ങൾ കടന്നാണ് ഞങ്ങൾ ആ ആലയത്തിലേക്ക് എത്തിയത്. അവിടുത്തെ വിശ്വാസികൾ അതിമനോഹരമായി ദൈവത്തെ ആരാധിക്കുന്നത് കണ്ട് ഞങ്ങൾ അവരോട് കൂടെ ചേർന്നു ദൈവത്തെ ആരാധിച്ചു. അധികം വൈകാതെ തന്നെ ബ്രദർ എബി ഷാലോം ഇംഗ്ലീഷിൽ വചനം സംസാരിക്കുകയും അവിടുത്തെ ദേവദാസൻ അവരുടേതായ ഭാഷയിൽ തർജിമ ചെയ്ത് സംസാരിക്കുവാനും തുടങ്ങി. This place is a holy place. यो पवित्र स्थान हो. ಈ ದೇಶದ ರಿವೈವಲ್ ಕಾಣುತ್ತೆ. ಈ ದೇಶದಿಂದ ನಮ್ಮ ದಿನಕ್ಕಿನ ಸುವಿಶೇಷಕ ಈ ದೇಶ ದೈವത്തിന്റെ ಶಕ್ತಿಯ ತಿರುಗಬರದೆ. നിങ്ങൾക്ക് ദൈവത്തിന്റെ അഭിഷേകമായി സ്തുതിച്ചോ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ആ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. It's just a beginning now. It's just सुरुवात हो. पवित्र आत्मा का पास होली स्पिरिट पवित्र आत्मा रिसीव धन्यवाद हालेलुया हालेलुया. ആ സ്ഥലത്തെ ആരാധനകൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി വാഹനത്തിൽ കയറ്റി അടുത്ത ശുശ്രൂഷ സ്ഥലമായ വെസ്റ്റ് ബംഗാളിന്റെ ഉൾപ്രദേശത്തിലെ ഒരു ഗ്രാമത്തിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. ആ ഉൾപ്രദേശത്തെ സ്ഥലപരിമിതി കാരണം ഞങ്ങളുടെ വാഹനത്തിന് പോകുവാനുള്ള തടസ്സം നേരിട്ടെങ്കിലും ആ തടസ്സങ്ങൾ ഞങ്ങൾ മറികടന്ന് വീണ്ടും യാത്ര തുടർന്നു. വെസ്റ്റ് ബംഗാളിലെ ഉൾഗ്രാമത്തിലേക്കുള്ള റോഡുകൾ വളരെ ചെറുതായതിനാൽ ഞങ്ങളുടെ ഈ വലിയ വാഹനം കടന്നുപോകാൻ ധാരാളം ബുദ്ധിമുട്ടേണ്ടി വന്നു.
ഇടുങ്ങിയ വഴികളിലൂടെ ദീർഘദൂരം സഞ്ചരിച്ച് പ്രതികൂലങ്ങളെ തരണം ചെയ്ത് ഞങ്ങൾ അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തി. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങളുടെ വാഹനത്തെ കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. അവരുടെ ഗ്രാമത്തിലേക്ക് ഇത്രയും വലിയൊരു വാഹനം ആദ്യമായാണ് കടന്നു വന്നത്. അവർ ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. इस समय हम अपना आदिवासी कल्चर सॉन्ग कल्चर डांस के द्वारा हम आप लोग को स्वागत करना चाहते हैं. ഇപ്പോൾ ആദിവാസി കൾച്ചർ രീതി പാട്ടുപാടി നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ നൃത്തത്തോടും ഉല്ലാസത്തോടും കൂടി അതിമനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചു. തുടർന്ന് ദൈവദാസൻ അതിശക്തമായി ദൈവവചനം അവരുമായി പങ്കുവച്ചു. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ വലിയ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. പിശാച് വിചാരിച്ചു ലഗ്യോൻ ബാധിച്ചവനെ സുഖപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് യേശുവിന്റെ നാമത്തിൽ മാന്ത്രിക ശക്തികൾ അടിക്കുന്നു. ദുരാത്മാവിന്റെ ശക്തികൾ അടിയട്ടെ, പൈശാചിക ശക്തികൾ അടിയട്ടെ. മഹിമ ഇറങ്ങുന്നു. നിങ്ങളെ സ്പർശിക്കുകയാണ്. ദൈവദാസനിലൂടെ അതിശക്തമായ ദൈവപ്രവൃത്തികൾ ആ രാത്രിയിൽ വെളിപ്പെട്ടു. ഗാനശുശ്രൂഷകൾക്കും ആരാധനകൾക്കും നേതൃത്വം നൽകിയ അവിടുത്തെ യുവജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി ബ്രദർ എബി ഷാലോം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. മെലീത്ത ദ്വീപിലെത്തിയ പൗലോസ് അതിശൈത്യം കാരണം തീ കാഞ്ഞതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങളും തീ കായുകയാണ്. സഞ്ചരിക്കുന്ന ആലയമായ ഞങ്ങളുടെ വാഹനത്തെ കണ്ടപ്പോൾ അവിടെയുള്ള യൗവനക്കാർക്ക് അതിൽ കയറണമെന്നുള്ള ആഗ്രഹത്തെ പ്രകടിപ്പിക്കുകയും ഞങ്ങൾ അത് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. इधर देखो जी, आप लोगों ने जो वेलकम किया है वो हमारे लिए बहुत खुशी है. कैसा है सीट हमारा? एकदम बढ़िया अंकल, अभी हम लोग को भी ले चलिए उधर. आइए हाँ जरूर आना, उधर जगह है. बहुत जगह है ना. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടു. Bye bye.
ഈ മിഷൻ ജേണി യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയായ മിഷൻ ജേണി കോൺഫറൻസ് നടക്കുന്ന ദിവസമാണ് ഇന്ന്. ഞങ്ങൾ തപ്പിനോടും നൃത്തത്തോടും അന്യഭാഷകളോടും കൂടെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയും ചെയ്തു. പെന്തക്കോസ്ത് നാളിൽ മാളികമുറിയിൽ ദൈവസാന്നിധ്യം ഇറങ്ങിയ പോലെ ഒരു അനുഭവമായിരുന്നു ഇത്. ദൈവദാസൻ ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി നൽകിയ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ ഓരോരുത്തരെയും അറിയിക്കുകയും ചെയ്തു. മിഷൻ ജേണിയിൽ കടന്നു വന്ന വ്യക്തികൾക്ക് ദൈവദാസനിലൂടെ അഭിഷേക പകർച്ചയും അന്യഭാഷാ വരം ലഭിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇത്. ശുശ്രൂഷകളെല്ലാം അവസാനിച്ചതിനു ശേഷം മറ്റു ദിവസങ്ങൾക്ക് വ്യത്യസ്തമായി ദേവദാസൻ നേരിട്ട് നേതൃത്വം നൽകി ഞങ്ങൾക്ക് വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി നൽകി. പാകം ചെയ്ത ഭക്ഷണം ഞങ്ങൾ അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുകയും ഞങ്ങളും ഒരുമിച്ച് ചേർന്ന് കഴിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ഇടത്തിലേക്ക് കടന്നുപോയി. പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ അവയെ തരണം ചെയ്ത് ഞങ്ങളെ ഏൽപ്പിച്ച മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുക എന്ന മഹാദൗത്യം പൂർത്തിയാക്കി ഞങ്ങൾ ഷാലോമിലേക്ക് തിരികെ യാത്ര ആരംഭിച്ചു. അപ്പോൾ 25-ാം മിഷൻ ജേണിയുടെ അവസാനത്തെ പ്രയർ വാക്കിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം എബിശാലോം അവിടെ നിൽപ്പുണ്ട്. നമുക്ക് എബിശാലോമിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു 25-ാം മിഷൻ ജേണി എന്ന്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ വണ്ടിയും കൊണ്ട് നമ്മൾ അടുത്തൊരു രാജ്യത്തിലേക്ക് കയറുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആലോചിച്ചു, കേരളം നിന്നൊരു വണ്ടി, ഇത്രയും വലിയൊരു വാഹനം, 55ഓളം വ്യക്തികൾ മറ്റൊരു രാജ്യത്തിലേക്ക് ദൈവത്തിൻ്റെ സുവിശേഷം കൊണ്ട് കയറുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇപ്പം ഒന്നാമതായി പറയേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ഏത് രീതിയിലായാലും മറ്റൊരു രാജ്യത്തിലേക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ അതും ഒരു ഫ്ലൈറ്റിൻ്റെ സഹായമില്ല, നമ്മുടെ തന്നെ ചർച്ചിൻ്റെ വാഹനത്തിൽ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ആലയത്തിൽ പോകുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയി തന്നെ കാണുന്നു. ഒറ്റയ്ക്ക് അല്ലെങ്കിൽ 2 പേരോ 3 പേരോ എന്നുള്ളത് ഉപരിയായി 55ഓളം വരുന്ന നമ്മളെല്ലാവരും ഒരൊറ്റ സഭയായിട്ട് ഒരു രാജ്യത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞു. അവിടെ സുവിശേഷം പറയാൻ പറ്റി, അവിടെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവശക്തിയും ഒക്കെ പകർന്നു നൽകാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ഭാഗ്യകരമായ ഒരു അവസരമാണ്. കാരണം നോർമലി നമ്മൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിലോ അങ്ങനെ അല്ലെങ്കിൽ 1-2 പേരോ ആയിട്ട് അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇതൊരു ടീമായി തന്നെ നമുക്ക് പോയി ആ കർത്താവിൻ്റെ സ്നേഹത്തെ അവിടെ ഷെയർ ചെയ്യാൻ കഴിഞ്ഞു. ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. നേപ്പാൾ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റൂല. ഞാൻ ഈ ജേണിയിൽ വെച്ച് ഏറ്റവും അധികം ഭയന്ന ഒരു ഹൈ റേഞ്ച് ആയിരുന്നു. ഓടി കയറിയിട്ട് തീരുന്നില്ല. പലരും സുഖമായിട്ട് ഉറക്കം, ഞാൻ ഉണർന്നിരുന്ന് ദൈവത്തോട് നിലവിളിക്കുകയായിരുന്നു, കർത്താവെ ഇത് എൻ്റെ ഈ വാഹനം മേളിലോട്ട് കയറുമോ? ഓരോ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ 20 കിലോമീറ്റർ കഴിയുമ്പോൾ ഇതിൻ്റെ വീതി കുറഞ്ഞു വരുന്നു, അതിൻ്റെ കയറ്റം കൂടി വരുന്നു. അപ്പോൾ വണ്ടി ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഈ സഹോദരങ്ങളുടെ കൈക്ക് നിൽക്കുമോ? താഴേക്ക് നോക്കുന്ന സമയത്തിലേക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അത്രത്തോളം കിലോമീറ്ററുകളോളം കുഴിയാണ്. അതെ, കടൽ നിരപ്പിൽ നിന്ന് 5000 സംതിങ് അല്ലെ 5300 സംതിങ് ഹൈറ്റിലാണ് നമ്മൾ എന്നത്. ആരും പോകാത്ത സ്ഥലത്താണ് ദൈവം നമ്മളെ അയച്ചത്. നമുക്ക് പോകാൻ കഴിഞ്ഞു. മണ്ണ്, അതെ ശരിയാ, ഞാൻ അത് വിട്ടുപോയി. മണ്ണ് ഒരു സൈഡിലെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അത് അല്പസ്ഥലം മതി, ഇത്രയും വലിയ വണ്ടി തിരിഞ്ഞു പോകത്തില്ല. ഇതെല്ലാം എന്നെ വളരെയധികം ഭയപ്പെടുത്തിയ ഒരവസ്ഥ. എനിക്ക് അത്യാവശ്യം ഡ്രൈവിംഗ് അറിയാം, ബസ് ഓടിക്കത്തില്ലെങ്കിലും ഡ്രൈവിംഗ് അറിയാവുന്നൊരു ഏത് വഴി പോകും, എങ്ങനെ പോകും, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ജീവൻ മണയം വെച്ചുള്ള ഒരു ഭാഗമാണ്. കർത്താവ് നമ്മളെ സൂക്ഷിച്ചു, പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തി.
എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഒരു പോറൽ പോലും ഏൽക്കാതെ നമുക്ക് ദൈവം അയച്ച സ്ഥലത്ത് സുവിശേഷം അറിയിച്ച് തിരിച്ച് കടന്നു വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേക സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. കൂടെ പ്രവർത്തിച്ച എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞു. പല അഭിപ്രായം വന്നില്ല, ആരും പോകണ്ട. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. 12 ദിവസമാണ് അല്ലേ? അതെ അതെ. ഈ ഗ്രൂപ്പിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ഈ 12 ദിവസം അവർ അഡ്ജസ്റ്റ് ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലേ? അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. നോഹയുടെ പെട്ടകത്തിനകത്ത് സിംഹം വായടച്ചതുപോലെ, കഴുത വായടച്ചതുപോലെ, പുള്ളിപ്പുലി വായടച്ചതുപോലെ, ഒട്ടകം, എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും പരസ്പരം ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഇതിനകത്ത് ഭയങ്കര സിംഹങ്ങൾ ഉണ്ടായിരുന്നു. പുള്ളിപ്പുലിയും വള്ളിപ്പുലിയും കടിച്ചു കയറുന്ന ചെന്നായികളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ എല്ലാവരും ഒരേ മനസ്സില് ദൈവത്തെ അനുസരിച്ച് അംഗീകരിച്ചു പോയ അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ട, ഒരു എതിരഭിപ്രായമോ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഇതിനകത്ത് ആർക്കും വന്നില്ല. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട ഒരു 12 ദിവസം തന്നെയാണ്. എനിക്ക് തന്നെ അഭിമാനമുണ്ട്. നേതൃത്വം കൊടുക്കാൻ ദൈവം എന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തതിൽ. പ്രൈസലോ. അപ്പൊ നമ്മൾ മടക്കി യാത്രയിലാണ്. ഇനി ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ ഡ്രൈവിംഗ് സെക്ഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രൈവിംഗ് സെക്ഷൻ. ഷാലോം മിനിസ്ട്രീസിന്റെ മിഷൻ ജേണിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. കാരണം കിലോമീറ്ററുകൾ നമ്മൾ സുരക്ഷിതമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോഴും നമ്മൾ വിശ്രമിക്കുമ്പോഴും ഇവര്, അതായത് ഡ്രൈവിംഗ് സെക്ഷനിലുള്ള എല്ലാ വ്യക്തികളും ദിനരാത്രം രാവും പകലും എന്നില്ലാതെ കിലോമീറ്ററുകൾ ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് വളരെ മനോഹരമായിട്ട് ഈ യാത്രകൾ നമുക്ക് വേണ്ടി നേതൃത്വം നൽകുകയാണ്. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാം കാണുന്നത്. അപ്പൊ ഇവരുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നേപ്പാൾ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിലേക്ക്? നമുക്കറിയാം ഷാലോം മിനിസ്ട്രീസിന്റെ 25ാം യാത്രയാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മറ്റൊരു രാജ്യത്തിലേക്കാണ് നമ്മൾ ഓടിക്കേറിയത്. വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. എപ്രകാരം ആയിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് നോക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റെ 22ാമത്തെ യാത്രയാണ്. പക്ഷേ ഈ 22 യാത്രയിലും ഏറ്റവും ടഫായിരുന്ന ഒരു യാത്രയാണിത്. അതായത് യാത്രയെ സംബന്ധിച്ച്, വാഹനത്തെ നിയന്ത്രിക്കുന്ന രീതിയെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ ഏറ്റവും ഭംഗിയായി സ്വർഗ്ഗദൈവം ഒരുക്കി ശക്തമായി നമ്മെ വഴി നടത്തി. മക്കളെ എല്ലാം വളരെയധികം പ്രാർത്ഥന. അതെ അതെ അതെ, പൂർണ്ണമായും അത് 100% അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ആ ഒരു കാരണത്താൽ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഭംഗിയായി ചന്തം. അല്ലാതെ ഒരു കാരണവും മനുഷ്യന്റെ ഹിതപ്രകാരം ഒന്നും നടക്കുന്ന കാര്യമല്ല. ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് ഞാൻ 100% പൂർണ്ണമായും വിശ്വസിക്കുന്നത്. നേപ്പാൾ യാത്ര നല്ല അനുഗ്രഹമായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ഹൈ റേഞ്ച് ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു. പക്ഷേ ദൈവം നമ്മളെ നടത്തി. എല്ലാവരെയും പ്രാർത്ഥനയാണ് ഇതിൽ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഡ്രൈവിംഗ് സെക്ഷൻ കണ്ടായിരുന്നു. ഇനി നമ്മൾ പുറകിലോട്ട് പോവുകയാണ്. എങ്ങനെയാണ് സഞ്ചരിക്കുന്ന ആലയം, എപ്രകാരമാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. പോകാം ബാക്കിലോട്ട്. അപ്പോൾ നമുക്കറിയാവുന്നത് പോലെ ഇത് വെറും ഒരു ബസ്സല്ല, ഒരു സഞ്ചരിക്കുന്ന ആലയമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പാട്ടുകൾ പാടും, പ്രസംഗങ്ങൾ നടത്തും, മിഷൻ ട്രെയിനിങ്ങും, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാത്തവർ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത വ്യക്തികളെ നമ്മൾ പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷകളും ഈ സഞ്ചരിക്കുന്ന ആലയത്തിൻ്റെ അകത്ത് നടക്കും. അപ്രകാരം സാധാരണ നോർമലായിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റം ഇതിൻ്റെ അകത്ത് പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് മൈക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്രകാരം നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്കിവിടെ ഒരു മിക്സർ ഉണ്ട്. അതിന്റെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്യാം ബ്രദറിനെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യസ്ഥലത്തേക്ക് അല്ലെങ്കിൽ കൃത്യദിശയിലേക്ക് എത്തിക്കുവാൻ വിശ്വസ്തനായ ഒരു റൂട്ട് മാപ്പിന്റെ ഹെഡ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് സെക്ഷനിലെല്ലാം നോക്കുമ്പോൾ ഇവിടെ സതീഷ് ബ്രദർ ഉണ്ട്. പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സതീഷ് ബ്രദറാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു വീഡിയോയിലെല്ലാം കാണുമ്പോൾ അറിയാൻ പറ്റും, കീബോർഡ് ഉണ്ട്, സ്റ്റാൻഡ് ഉണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ സെക്കൻഡ് റോയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പാസ്റ്റർ രാജീവിനെ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാവുന്നത് പോലെ ചർച്ചിലെ ഹെഡ് പാസ്റ്ററാണ്. പാസ്റ്റർ കണ്ട ഞെരുങ്ങി ചുരുങ്ങിയാണെങ്കിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. 12 ദിവസക്കാലം നമ്മളുടെ കൂടെയായിരുന്നു. നമുക്ക് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്ത് തന്നതായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കുമ്പോൾ അറിയാം, വിനോദ് ബ്രദർ എല്ലാം നമ്മളുടെ കൂടെ ഇരിക്കണം. അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ സൈഡ് സീറ്റെങ്കിൽ സൈഡ് സീറ്റ്, ഏത് സീറ്റിലായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരു മനുഷ്യരാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ നേപ്പാൾ യാത്ര? സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്യാൻ സഹായിക്കുന്ന, രാജീവ്പാസിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ അത് ഞാൻ ചോദിച്ചപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ സകലയിടത്തും എല്ലായിടത്തും ഉണ്ടെന്നുള്ള ഒരു ഉത്തരമാണ് എനിക്ക് നൽകിയത്. അപ്രകാരം വിനോദ് ബ്രദറിനോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്? പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഹൈറേഞ്ച് കയറിയിട്ടും തീരുന്നില്ല. ദുർഘടമായ പാതകളാണ്, ചെറിയ റോഡുകളും
അങ്ങനെയൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നമ്മളെ ഈ ബസ് ഇത്രത്തോളം നമ്മളെ ഇതുവരെ കൊണ്ടെത്തിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. പ്രാർത്ഥിച്ച് ഒരുപാട് പേരുടെ പ്രാർത്ഥന നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പുറകിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം സ്ഥിരമായിട്ട് വരുന്ന പല വ്യക്തികളുണ്ട്. പക്ഷേ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് താൻ ആദ്യമായിട്ടാണ് ഈ മിഷൻ ജേണിയിലേക്ക് 12 ദിവസം എന്ന് പറയുന്ന യാത്രയിലേക്ക് കടന്നു വരുന്നത്. ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു മിഷൻ ജേണിയിലേക്ക് കടന്നു വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ 12 ദിവസം ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ കടന്നു പോകാൻ കഴിയുമോ എന്നാണ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു? എനിക്കാണെങ്കിൽ ഒരു ദിവസം പോലും ഈ ഓടുന്ന ആലയത്തിൽ ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ച ഒരാളല്ല. ഈ 12 ദിവസമായിട്ട് ഇപ്പോൾ ഒരു ക്ഷീണമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങൾ ഈ സഞ്ചരിക്കുന്ന ആലയത്തിൽ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ പൂർണ്ണ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞ് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലാതെ ഇപ്പോൾ എത്രയും ദിവസം തീർന്നു പോയല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. 12 ദിവസം പോയത് അറിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു യാത്രയുമായി മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എൻ്റെ ദൈവം എന്നെ ഈ 12 ദിവസവും നടത്തിയതിന് കോടി സ്തോത്രം ദൈവത്തിന് അർപ്പിക്കുന്നു. സന്തോഷകരവും പ്രിയങ്കരവുമായിരുന്നു. ദൈവം സൃഷ്ടിച്ച അതിമനോഹരമായ പ്രകൃതിയെ ഷാജി ബ്രദറിന്റെ നേതൃത്വത്തിൽ കാണാൻ സാധിച്ചതിൽ അതീവ സന്തോഷം. ഓക്കെ, വളരെ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് എല്ലാ വ്യക്തികളും പറയുന്നത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജിങ് പോർട്സ് എല്ലാം നമ്മൾ ഈ ബസ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം രാവും പകലും നീണ്ടു നിൽക്കുന്ന യാത്രകളാണ്. അപ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജിങ് പോർട്സ് എല്ലാം ദൈവം നമുക്ക് കരുതുന്നു. ഇത് നമുക്ക് അത്യാവശ്യം എടുക്കാനുള്ള ബാഗ്സ് ആണ് ഈ വണ്ടിക്ക് സഞ്ചരിക്കുന്ന ആലയത്തിന്റെ അകത്ത് നമ്മൾ വച്ചിട്ടുള്ളത്. ബാക്കി വലിയ ലഗേജുകളെല്ലാം ഈ ബസ്സിന്റെ മുകൾ ഭാഗത്താണ് വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ബാഗുകളെല്ലാം ഇതിൻ്റെ അകത്ത് വെച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഡ്രസ്സുകൾ, ടൂത്ത് പേസ്റ്റ്, ബാക്കി കാര്യങ്ങൾ, സോപ്പുകൾ എല്ലാം ഇതിനകത്താണ് വെച്ചിട്ടുള്ളത്. അതാണ് ഈ ബാഗ് കാണുന്നത്. ഈ ബാഗ് മാത്രമല്ല, നമുക്ക് മുകളിലും ലഗേജുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കിച്ചണിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ വണ്ടിയുടെ അടിഭാഗത്താണ്, കമ്പാർട്ട്മെന്റിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു ഫാമിലി കൂടെ നമുക്ക് കാണാം. ഇത് ഫാമിലി എന്ന് പറയാൻ കാരണമുണ്ട്. ഒരു അച്ഛനും മകനും കൂടെയാണ്. ഒരു അച്ഛൻ സാധാരണ പരീക്ഷ വരുന്ന സമയത്ത് നമുക്ക് എല്ലാം അറിയുന്ന ചൂടനായിട്ടുള്ള ഒരു അച്ഛനാണ്. പക്ഷേ ഈ അച്ഛന് ഒരു പ്രത്യേകതയുണ്ട്. മിഷൻ ജേണിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ. നാളെ എക്സാം ഉള്ള ഡാനിനെയും കൊണ്ട് ഈ മിഷൻ ജേണിയിലേക്ക് കടന്നു വന്നപ്പോൾ വീട്ടുകാരും ബാക്കി ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? വളരെ നല്ലതായിരുന്നു. നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം നമുക്ക് കൂടുതൽ അനുഭവിക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസം നമ്മൾ മിഷൻ ജേണിക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ അവന്റെ വിദ്യാഭ്യാസവും ദൈവം വളർത്തി എന്നുള്ളതാണ് കാര്യം. കഴിഞ്ഞ എക്സാമിനെക്കാളും അവന് യൂണിറ്റ് ടെസ്റ്റുകളിലൊക്കെ നല്ല മാർക്ക് ലഭിക്കാനിടയായി. മിഷൻ ജേണി എന്ന് പറയുന്ന യാത്രയിലേക്ക് വരുവാൻ തീരുമാനം എടുത്തപ്പോൾ തന്നെ ദൈവം അനുഗ്രഹിച്ചു. വളരെ അനുഗ്രഹപ്രദമായിരുന്നു. നല്ല ദൈവമായിട്ട് നല്ല എൻകൗണ്ടേഴ്സ് നമുക്ക് ലഭ്യമായി. ഓരോ മലമുകളിൽ വെച്ച് തന്നെ നല്ല എൻകൗണ്ടേഴ്സ്, നേപ്പാൾ എന്നുള്ള സ്ഥലത്ത് വെച്ച് നമുക്ക് നല്ല എൻകൗണ്ടേഴ്സ്. ഇതെല്ലാം മറക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എങ്ങനെയാണ് ഇതിന്റെ അകത്ത് 12 ദിവസം കഴിയുന്നത് എല്ലാം നിങ്ങൾ കണ്ടായിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം ചൂടുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഫാനുകൾ നമ്മൾ വച്ചിട്ടുണ്ട്. നന്മകളിലേക്ക് നോക്കുമ്പോൾ അടിപൊളി സൗണ്ട് സിസ്റ്റം എല്ലാം നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥനകൾക്ക് ഒട്ടും തടസ്സമില്ലാതെ എല്ലാവർക്കും നല്ലതുപോലെ തന്നെ ശബ്ദം കേൾക്കുവാൻ ഈ സൗണ്ട് സിസ്റ്റം എല്ലാം നമ്മൾ വച്ചിട്ടുണ്ട്. നമ്മൾ ഹിൽ ഏരിയയിലേക്ക്, ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ജനലുകളെല്ലാം അടച്ചു വയ്ക്കുമ്പോൾ നല്ല ചൂടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ മിഷൻ ജേണി വരുവാൻ കഴിയാത്ത വ്യക്തികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ വളരെ അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ വല്ലപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട വളരെ എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു യാത്ര തന്നെയാണ്. തികച്ചും 25ാം മിഷൻ ജേണി നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ദേവദാസനും എബിശാലോമും എല്ലാം 12 ദിവസക്കാലം നമ്മുടെ കൂടെ പൂർണ്ണ സമയം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിലെ നാമമഹത്വത്തിനായി സന്തോഷത്തോടെ ആയിരിക്കുവാൻ ദൈവം നമുക്ക് സാഹചര്യങ്ങൾ ഒരു മഹാഭാഗ്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ പുറകെ കാണുന്ന ഇതാണ് നമ്മൾ സഞ്ചരിക്കുന്ന ആലയം. 25 ശാലോം മിനിസ്ട്രീസിന്റെ യാത്ര പോയത് നേപ്പാളാണ്. അപ്പൊ അതിന് ഡ്രൈവിംഗ് സെക്ഷനിൽ നേതൃത്വം നൽകുന്നതിൽ ഒരാളാണ് ജിനേഷ് ബ്രദർ. നേപ്പാൾ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിലേക്ക് ചെന്ന് ഷെറിൻ ബ്രദറിന്റെ കൂടെ തന്നെ ഈ യാത്രയിൽ നേതൃത്വം നൽകിയ, ഡ്രൈവിംഗ് സെക്ഷൻ നേതൃത്വം നൽകിയ ഒരാളാണ് ജിനേഷ് ബ്രദർ. അപ്പോൾ ജിനേഷ് ബ്രദർ എങ്ങനെ ഉണ്ടായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്? യാത്ര നല്ലൊരു യാത്രയായിരുന്നു. അതായത് നമ്മുടെ നേപ്പാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോലും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ പോയ സ്ഥലമാണ് നേപ്പാൾ. അതായത് നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഒരു വണ്ടി ഇതുപോലെ ബസ്സുമായിട്ട് ഒരു ടീം
നേപ്പാളിൽ പോയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അതേ നേപ്പാളിലുള്ള ആൾക്കാരായാലും അന്തം വിട്ടാണ് നോക്കിയത്. ഇത്രയും വലിയ വാഹനം അവിടെ പോകുന്നതേ കണ്ടില്ല. പോകുന്ന അവിടുത്തെ ആൾക്കാരായാലും എതിരെ വന്ന ഡ്രൈവേഴ്സ് ആയാലും അവിടെ വരുന്ന വണ്ടിക്കാരായാലും ഇതുവരെ ഒരു വാഹനം അവിടെ പോകുന്നത് കണ്ടില്ല. അവിടെ നമ്മൾ കണ്ടില്ലേ, എല്ലാം ചെറിയ വാഹനങ്ങളാണ്, നീളം കുറഞ്ഞ വാഹനങ്ങളാണ്. ചോദിച്ചത് ധൈര്യത്തിലാണ് ഇത് ഇത്രയും വലിയൊരു വാഹനം ഓടിച്ച് വന്നതെന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള റോഡാണ്. പിന്നെ എല്ലാം ദൈവത്തിന്റെ ഒരു കൃപ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ പ്രാർത്ഥന സപ്പോർട്ട്. പിന്നെ ഡ്രൈവിംഗ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ഇത് ഒരു ഡ്രൈവർ അല്ല, ഒരു വണ്ടി മുതലാളിയാണ്. പക്ഷേ ഈ ദേവദാസനെ ശുശ്രൂഷയായിട്ട് ഈ മിഷൻ ജേണിയിൽ കൊടുത്തിരിക്കുന്ന ഡ്രൈവിംഗ് സെക്ഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, ഞാൻ ഡ്രൈവറല്ല. അവര് വരെ ഒരു വണ്ടി മുതലാളിയാണ്. പക്ഷെ വണ്ടി ഓടിക്കാനൊക്കെ അറിയാം. പക്ഷെ വിശ്വസ്തനായ ഒരു ട്രെയിനിയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം. അതെ, ദേവദാസനും ദൈവവും ആയി ഏർപ്പിച്ചു കൊടുത്ത ഒരു ശുശ്രൂഷ വളരെ മനോഹരമായി. ഇന്ന് നമ്മളെല്ലാം ഉറങ്ങുമ്പോഴും നമ്മളെല്ലാം റെസ്റ്റ് എടുക്കുമ്പോൾ, വിശ്രമിക്കുമ്പോൾ, ദിനരാത്രം രാവും പകലുമായി കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഓടിച്ച വ്യക്തിയിൽ ഒരാളാണ്. അതുപോലെ തന്നെ ഷെറിൻ ബ്രദർ കൊണ്ട് ഈ രണ്ടുപേരാണ് അധികവും ഈ വണ്ടി ഓടിച്ച്. ചില സ്ഥലങ്ങളിൽ നമ്മുടെ വാഹനം പോകുമ്പോൾ അത്ര ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഒരു സൈഡിൽ നിന്ന് മണ്ണിടിച്ച് പോകുന്ന താഴെ അഗാധമായി കാണാൻ പോലും കഴിയുന്നില്ല. അപ്പോഴേക്കും ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബാക്കിലോട്ടുള്ള കംപ്ലീറ്റ് വരും സുഖമായി ഉറങ്ങുകയാണ്. ആരോടും പറയാനോ വിളിക്കാനോ ഒന്നുമുള്ള വിളിക്കുകയോ ചെയ്തില്ല. കാരണം നമ്മുടെ ഒരു ആത്മധൈര്യം എന്ന് പറയുമ്പോൾ ഒരു പരിശുദ്ധ കൃപ കൊണ്ട് നമ്മുടെ ഒന്നിരിക്കുക. ആ ഒരു ഒറ്റ വിശ്വാസത്തിലാണ് വണ്ടി ഓടിച്ചതും വണ്ടി പോയത്. അല്ലാതെ നമ്മൾക്ക് അസാധ്യമായ ഒരു കാര്യമാണ് ഇത് നടന്നത്. പിന്നെ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷങ്ങളായിരുന്നു ഈ 12 ദിവസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നേപ്പാളിൽ പോയപ്പം അവരുടെ നമുക്ക് ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ ആരാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ഹില്ലി ഏരിയസിൽ പോലും അവർ ഇത്രയും നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് കാണാൻ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഇത് കാണുക. നമുക്ക് ഈ ബസ്സിനകത്തുള്ള പ്രാർത്ഥന വലിയ അനുഗ്രഹമായിരുന്നു. അപ്പൊ തന്നെ ആത്മാവിൽ നിറയാൻ വേണ്ടി കോൺഫറൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ തീയിൽ നിന്ന് ആരാധിക്കുമ്പോൾ സഞ്ചരിക്കുന്ന ആലയത്തിൽ 55 വ്യക്തിജീവിതങ്ങൾ ഒരൊറ്റ മനസ്സോടെ 8000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് 2 രാജ്യങ്ങളും കടന്ന് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ച 12 ദിനരാത്രങ്ങൾ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിച്ച ദൈവത്തിന് 1000 നന്ദി.